ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഉണങ്ങിയ മുന്തിരിത്തണ്ട് ഉപയോഗിച്ച് അതിമനോഹരമായ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലുള്ള ഒരു ഉണങ്ങിയ മുന്തിരിത്തണ്ടാണ് നമുക്ക് വേണ്ടത്. ഇതിനെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കാം. ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സാധാരണയായി എറിഞ്ഞു കളയുന്ന ഒന്നാണല്ലോ അതിൻ്റെ തണ്ട്. എന്നാൽ ഈ തണ്ട് ഉപയോഗിച്ച് വീടിന് മാറ്റുകൂട്ടാൻ ഇത്രയും മനോഹരമായ ഒരു അലങ്കാര വസ്തു നിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തെർമോകോൾ ആണ് കേട്ടോ. തെർമോകോൾ ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ബൗളും അതുപോലെ തന്നെ തെർമോകോളിൻ്റെ ഒരു പീസുമാണ്. ശേഷം ആ ബൗള് നമുക്ക് വൈറ്റ് കളർ പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ തെർമോകോൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മുന്തിരിത്തണ്ടുമേൽ ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തുമ്പ് വശത്തിലൂടെ അതിൻ്റെ ഈ തണ്ടുമേൽ ഇങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫെവിക്കോൾ ആക്കിയ ആ ഒരു ഭാഗം ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ഒട്ടിച്ച് ഇങ്ങനെ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ഫെവിക്കോൾ മറ്റു ഭാഗങ്ങളിലും ആക്കി കൊടുത്തതിന് ശേഷം ഒന്നിക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അമർത്തി മുക്കിയെടുത്താലും മതി. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ മുന്തിരിത്തണ്ട് കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു പ്ലാന്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒന്നാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.